എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടൈലറിങ് ക്ലാസ്സിൻ്റെ പാർട്ട് 1 ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈലറിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ബിഗിനേഴ്സിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. എന്തൊക്കെ വേണം ഒരു ടൈലറിങ് പഠിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് അറിയണ്ടേ, അതിനുള്ള സാധനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഞാൻ ഓരോ പാർട്ട് വഴിയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈലറിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടുത്തും. അത് കഴിഞ്ഞാൽ അടുത്തത് പാർട്ട് 2 നമ്മൾ മിഷ്യത്തിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളുണ്ട് വെച്ചാലും കമൻറ്റിൽ കൂടെ ചോദിക്കുക. ഞാൻ നീട്ടി വലിച്ച് പറയുകയാണെന്ന് തോന്നരുത്, കാരണം ഇന്ന് ഫസ്റ്റത്തെ ക്ലാസ് ആയതുകൊണ്ട് ഇത് മിഷ്യനെ കുറിച്ചും സ്റ്റിച്ചിങ്ങിനെ കുറിച്ചും യാതൊരു ധാരണയില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനത്തെവർക്കുള്ള ക്ലാസ്സാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തരാം. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. കാരണം നമ്മൾ പഠിച്ചവർക്ക് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ഇത് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഇതിനെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് പറയാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാപ്പിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടാപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം. എന്താണ് ടാപ്പ് എന്നതാണ്. അപ്പോൾ ടാപ്പിനെ കുറിച്ച് എന്തൊക്കെയാണ്, ടാപ്പിലൂടെ എങ്ങനെയൊക്കെയാണ് അളവെടുക്കുക, അതൊക്കെ നമുക്കൊന്ന് ആദ്യം നോക്കാം. എങ്ങനെയാണ് ടാപ്പ് നമ്മളെ കയ്യിൽ കിട്ടി, എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് നമുക്കറിയണ്ടേ. ടാപ്പ് കൊണ്ടാണ് നമ്മൾ അളവെടുക്കുക, പക്ഷെ അത് എങ്ങനെ എടുക്കണം എന്നറിയില്ലല്ലോ. അപ്പോൾ അതെടുക്കാനുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. നിങ്ങൾ ടാപ്പ് തുറന്ന് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ കുറേ നമ്പറുകൾ, 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ വരകളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ആദ്യം കാണിക്കുന്ന 1, 2 എന്ന് പറയുന്ന അളവാണ് ഓരോ ഇഞ്ചായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിന് ഇടയിൽ വരുന്ന ഒരു വലിയ വര കണ്ടില്ലേ, അതാണ് നമ്മൾ 1/2 ഇഞ്ച് പറയും. 1/2 ഇഞ്ചിൻ്റെയും 1 ഇടയിൽ വരുന്നൊരു വരണ്ട്, അതാണ് 1/4 ഇഞ്ച്. നമ്മൾ പറയില്ലേ 1/4 ഇഞ്ച് തുമ്പിൽ കൂടെ അടിക്കുക എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 1/4 ഇഞ്ച്, പിന്നെ 1/2 ഇഞ്ച്, പിന്നെ 3/4 ഇഞ്ച്, 1 ഇഞ്ച്, അങ്ങനെയാണ് അളവുകൾ എടുക്കുക. പിന്നെ നമ്മൾ ടാപ്പിൻ്റെ എതിർവശത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ചെറിയ അക്കങ്ങളാക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവും. അതാണ് നമ്മൾ മീറ്റർ കണക്കിന്. നമ്മൾ 1 മീറ്റർ തുണി, 2 മീറ്റർ തുണി എന്നൊക്കെ പറയില്ലേ, അതിനാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ 1 മുതൽ തുടങ്ങിയിട്ട് 100 വരെ ഉണ്ട്, എന്ന് വെച്ചാൽ 1 മുതൽ 100 വരെ കാണിക്കുന്നുണ്ട്. അതാണ് നമ്മൾ 1 മീറ്ററായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ കടയിൽ പോയിട്ടൊരു ചുരിദാറിന് തുണി മുറിച്ചെടുക്കുമ്പോൾ എത്ര മീറ്റർ തുണിയാണ് വേണ്ടത് ചോദിക്കുമ്പോൾ നമ്മൾ പറയും 2.5 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ. അപ്പോൾ അവർ ഇങ്ങനെയാണ് അളക്കുക, സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ അളവെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വശം വരുന്നത് 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെയാണ്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും തുണി എടുക്കുമ്പോൾ അളക്കില്ല, പക്ഷെ നമ്മൾ അടിക്കുമ്പോൾ ആ തരത്തിലാണ് അളക്കുക. ഇഞ്ച് വയസ്സിലും മറ്റേത് മീറ്റർ കണക്കിലുമാണ് അളക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെ അടുത്തത് പറയാനുള്ളത് കത്രികേനെ കുറിച്ചാണ്. നമ്മളൊരു ടൈലറാണെങ്കിൽ അല്ലെങ്കിൽ ടൈലറിങ് പഠിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് നല്ല മൂർച്ചയുള്ള കത്രിക വേണം. ഇപ്പോൾ കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് കട്ട് ചെയ്യും, നല്ല മൂർച്ചയുണ്ട്. മൂർച്ചമില്ലാത്ത കത്രികകളാണെങ്കിൽ തുണി മടങ്ങാനും ചുളിയാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അടിക്കുന്ന സാധനങ്ങൾ വൃത്തിയായി കിട്ടില്ല. കട്ടിങ് വൃത്തിയായാലാണ് സ്റ്റിച്ചിങ് വൃത്തിയാവുള്ളൂ. പിന്നെ ചോക്ക, എൻ്റെ കയ്യിൽ ചോക്ക ഉള്ളത് പൊട്ടീന് കേട്ടോ, അതാണ് ചെറിയ ചോക്കകൾ. അപ്പോൾ നമ്മൾ ഈ ചോക്കയും കൊണ്ട് വരഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ അത് മാറ്റാം, കൈ കൊണ്ട് തടവിയിൽ പോകും. പിന്നെ നമുക്ക് വേണ്ടത് നൂലാണ്. പിന്നെ സ്റ്റിച്ച് അഴിക്കാൻ, നമ്മൾ അടിക്കുന്നത് തെറ്റിപ്പോയാൽ നമുക്ക് അഴിക്കാനുള്ളതാണ് ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ ടക്കിൽ കൂട്ട് വലിച്ചാൽ വേഗം നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ അഴിച്ചു പോരാൻ പറ്റും. പിന്നെ ഒരു സ്കെയിൽ, ഈ സ്കെയിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടാപ്പിലത്തെ അളവുകളുണ്ട്. ഒരു വശത്ത് മീറ്റർ വയസ്സും ഒരു വശത്ത് ഇഞ്ചും. അത് നമുക്ക് അളവെടുക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ അളവൊക്കെ എടുക്കുമ്പോൾ യൂസ്ഫുള്ളാണ്. ഇങ്ങനെ ഒരു സ്കെയിൽ ഉണ്ട് വെച്ചാൽ ഇത് എൻ്റെ കയ്യിൽ ഷേപ്പിൻ്റെ ഒരു സ്കെയിലാണ്, ഷേപ്പില്ലാതെ നോർമലായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്ന് ചോദിക്കുക, പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 നാളെ ഇതേ സമയം വരും കേട്ടോ. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.